അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഇനി 15 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ താഖത്തോടുകൂടി നോമ്പ് പിടിച്ചു വീട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിനോടനുബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അത് ഞാൻ പണ്ഡിതന്മാരോടാണ് ചോദിക്കുന്നത്. അറിവുള്ളവർ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നൽകുക. മറ്റുള്ളവർക്കും കൂടി പഠിക്കാമല്ലോ. ചില ജമാഅത്തുകളിൽ പെരുന്നാൾ പടി എന്ന് പറഞ്ഞുകൊണ്ട് 100ഉം 150ഉം അതിൽ കൂടുതലുമൊക്കെയായിട്ട് മേടിക്കുന്നുണ്ട് ഓരോ ജമാഅത്തിൻ്റെ അംഗങ്ങളിൽ നിന്നും. ആ പൈസ പിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്തിലെ ഇമാമിനും അസിസ്റ്റൻ്റ് ഖത്തീബിനും ആ ജമാഅത്തിലുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ തുകയിൽ നിന്നും കുറച്ച് പൈസ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തുക ജമാഅത്തിലേക്ക് നീക്കിവെക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അത് ഇസ്ലാമികമായ നിലയിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞു തരിക. രണ്ടാമത്തത്, ഒരാൾ നോമ്പ് തുറപ്പിക്കുവാൻ വേണ്ടി ജമാഅത്തിലേക്ക് 10,000 രൂപയോ അതിൽ കൂടുതലോ കുറവോ കൊടുത്തെന്നിരിക്കട്ടെ, അതിൽ നിന്നും 1/4 ഭാഗം നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസയും ജമാഅത്തിൻ്റെ ഫണ്ടിലേക്ക് നീക്കി വയ്ക്കുന്നത് ഇസ്ലാമികമായ വിധിയിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതും കൂടി അറിയിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുകൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.